പൊടിവാർ സാറ് പറഞ്ഞൊരു ഒരു കാര്യത്തിനോട് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പാർട്ടി അശ്ലീലങ്ങളും പിന്നെ സ്ത്രീകളുടെ പഠനമൊക്കെ ആയിട്ട് നടക്കുന്നവരാണ് ഈ പാർട്ടിക്കാരെന്ന് പറയുന്നത്. എനിക്കത് മറുപടി പറഞ്ഞേ പറ്റൂ. ഏതായാലും ഞങ്ങളുടെ പാർട്ടിക്കകത്തൊരു രാഹുൽ മാങ്കൂട്ടയില്ല, ഉണ്ടാകത്തുമില്ല. ഒരു എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാകത്തില്ല, ഒരു ജോസഫ് ഫ്രാങ്ക്ലിൻ ഉണ്ടാകത്തില്ല. എന്തോ എങ്ങനെ അതൊരു സംശയമില്ല. അതിന് നിരാശയായിരിക്കും പിന്നെ പ്രിയപ്പെട്ട പൊടിവാർ സാർ പറഞ്ഞത്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, പിന്നെ പാർട്ടിയുടെ നയപരിപാടികളിൽ നിന്നും പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും താഴത്തേക്ക് അത് റിട്ടയർമെന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന എല്ലാ ബഹുമാനത്തും അതിന് ഒരു പിടി കൂടുതൽ ജി സുധാകരൻ സാർ നൽകുന്നുണ്ട്. ആക്റ്റീവായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും പിടിച്ച് തങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം റിട്ടയർമെന്റിലിരിക്കുന്ന കേരളം അത്യാവശ്യം ബഹുമാനിക്കുന്ന ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഫൈറ്റ് നടത്തുന്നത് അത് ദുർബലരുടെ ലക്ഷണമാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. റെജി ലൂക്കോസ് സഖാവ് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ഒക്കെ ഒരുപോലെയാണ് കാണുക. അദ്ദേഹം കോൺഗ്രസുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റൊരുപാട് കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പറയാണ് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കേണ്ട ഒരു സമയമല്ലേ അദ്ദേഹത്തിന് പോകുന്നതാണ്. നിങ്ങൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ധരിച്ചത്? ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരാൾക്ക് റിട്ടയർമെന്റ് ഉണ്ടോ? ഇതെന്താ സർക്കാർ ഉദ്യോഗം മറ്റാണോ? അതല്ല ഉദ്ദേശം. അദ്ദേഹം ചോദിക്കുകയാണ്, ഇനിയിപ്പം സുധാകരന് വീണ്ടും മന്ത്രിയായിരിക്കാൻ പറ്റുമോ? മന്ത്രിയായിരിക്കാൻ പറ്റുമോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു വലിയ കാര്യമല്ല. ഇനി റെജി ലൂക്കോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ജി സുധാകരൻ ഈ മന്ത്രിയായിരിക്കാം. ആര് പറഞ്ഞു അദ്ദേഹത്തിന് പറ്റില്ലെന്ന്? ആരാണ് പറഞ്ഞത് പറ്റില്ലെന്ന്? ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയനാണല്ലോ. പിണറായി വിജയൻ തീരുമാനിക്കുകയാണ് ജി സുധാകരനെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ എന്താ തടസ്സം? എന്താണ് തടസ്സം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന വയസ്സിന്റെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്ഥാനത്തിരിക്കൂ. അദ്ദേഹത്തിന് വയസ്സായിട്ടില്ലേ? ഇനി ജി സുധാകരനും പിണറായി വിജയനും തമ്മിൽ നിങ്ങളും താരതമ്യപ്പെടുത്തി നോക്ക്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പിണറായി വിജയനല്ലേ? പക്ഷെ പിണറായി വിജയൻ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സമാധാനമായി